കമ്പ്യൂട്ടർ സർവീസ് ചെയ്യാൻ സർവീസ് ടെക്നീഷ്യനൊപ്പം ഒരു സൂപ്പർവൈസറെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ആളാണ് ഇന്ന് സൂപ്പർവൈസറായി ജോയിൻ ചെയ്യുന്നത്. ആര് നിൽക്കുന്നോ ഇരിക്കുന്നോ ഒന്നും നോക്കരുത്. എൻ്റെ ഞാൻ തെറ്റ് ഞങ്ങൾ സംശയം ചോദിക്കും. അപ്പോൾ അറിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? അതിനകത്തിരുന്നിട്ട് സാറിന് അറിയാലോ, കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ കമ്പ്യൂട്ടറിൻ്റെ. അപ്പോൾ ഞാനത് വിളിച്ച് ചോദിക്കും എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് എൻ്റെ കൂടെ ചെയ്യണം. അത് നിനക്കറിയില്ലേ എന്ന് ഷൗട്ട് തന്നെ ചെയ്യണം. നല്ല ദേഷ്യപ്പെടുന്നു കേട്ടോ. അത് ആരിരുന്നാൽ, കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത നേരം അപ്പുറത്ത് ഡെയിലി ഹോസ്റ്റുണ്ട്, അവിടെ പോകണം. അത് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. സൂപ്പർവൈസർ പോസ്റ്റിൽ താൽക്കാലികമായി എടുക്കുന്ന ഓഫീസർക്ക് പലതും ചെയ്യാനുണ്ട്. അത്തരത്തിൽ വേഷം കെട്ടിയിറങ്ങുന്ന സൂപ്പർവൈസർക്ക് കിട്ടുന്ന ഉശിരൻ പണിയുടെ രസകഥ. OLT പോയി എന്നാ തോന്നുന്നുണ്ടോ? OLTയുടെ ലൂസാണോ അല്ലേ സാർ? അവിടെ കറണ്ട് നോക്കിക്കോളൂ സാറേ. ഉണ്ടോ? അല്ലേ അല്ലേ, അത് ലൂസല്ലേ അല്ലേ? ലൂസല്ലേ സാറേ? ലൂസല്ല. അല്ല സാർ ഒന്ന് ടൈറ്റ് നോക്കിയാൽ ഒന്ന് ടൈറ്റ് ചെയ്യുന്നത്. ഓക്കെ മതി. എടാ പിന്നെ അതിൻ്റെ നോർമലി കണക്ഷൻ ഒന്ന് ലൂസായിരുന്നു, ഒന്ന് ടൈറ്റ് കൊടുത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. കാരണം ഞാൻ ട്രോണ്ടത്തുണ്ട്, ഞാൻ അടുത്ത 2 പോയിട്ട് കാണാം. ഇനി എന്തെങ്കിലും 1 മണിക്കൂർ നോക്കാം. അപ്പോൾ കേട്ടോ സാർ. അപ്പോൾ അറിയല്ലേ? അതല്ലേ കറക്റ്റ്? ശരി മേഡം. ഓക്കെ, താങ്ക് യു. നമസ്കാരം. അറിയോ, കുറേ നാളായി. അതെ, 2 മാസത്തിന് മുമ്പേ വന്നത്. കയറി വരണം. അത് തിരക്കായിരുന്നു. ഓ, അത് ശരി. സോളർ മാനേജറാണ്. അത് ശരിയാ, പുതിയ പോയിന്റാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ച കൊണ്ട് പിന്നെ നമ്മുടെ വർക്കൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി സാർ ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ. ഡീറ്റെയിൽസ് തരും. ആഹാ, എല്ലാം കൂടെ ഇവിടെ കയറിയിരിക്കണം. നമ്മളെ കമ്പ്യൂട്ടർ നന്നാക്കാൻ വന്ന സാർ ഞാൻ 3-4 ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു ഓഫീസിൽ. കുറച്ച് മഴയല്ലേ മാഡം, അങ്ങനെ എല്ലായിടത്തും വർക്കാ. ഞാൻ വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചിരുന്നു മാഡത്തിനോട്. അപ്പോൾ ആ ഫോൺ എടുത്തില്ല. ഇത് സോണൽ മാനേജറാ. സോണൽ മാനേജറാണ്. വിഷ്ണു സാർ അല്ലേ? സാർ വിഷ്ണു. ഇനിയിപ്പോ ഈ സാറായിരിക്കും ഇവിടെ വരുന്നതല്ല. നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി കമ്പനി ഇപ്പൊ പുതിയ പോസ്റ്റ്. എന്റെ ഡേറ്റ്, ഈ ഇവിടുത്തെ ഹോസ്റ്റലിന്റെ ഡേറ്റ് ഫുള്ള് ഇതിനകത്താണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സാർ കുടിക്കാൻ അല്ല എന്തെങ്കിലും ചായ ആണോ? സാർ പറഞ്ഞോ. സാർ പറയണോ? സാർ എന്തെങ്കിലും പറയണേ സാർ. ഓറഞ്ച് ജ്യൂസ്. എനിക്കൂടെ ഒന്ന് 2 ഒന്ന് ഉച്ചതി പറഞ്ഞോ. ചെറിയ പ്രശ്നം. ചേട്ടനെ കാണാനില്ലായിരുന്നല്ലോ. ഞാൻ എന്റെ കുറച്ച് വർക്കായിരുന്നു. ഇത് സാർ മധുരം ഇടാലോ സാർ? ഇടാം. ഓറഞ്ചിലെ മധുരം മതിയോ? ഇവിടെ. സാറിന്റെ പേരെന്താ സാർ? വിഷ്ണു. വീട് എവിടെയാ സാർ? ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും കേട്ടോ. സാറൊന്നും വിചാരിക്കല്ലേ, നേരത്തെ വന്നതുപോലെ വരും ഇടയ്ക്കിടയ്ക്ക്. വീട്ടിലാരൊക്കെ ഉണ്ട് സാർ? ഇത്ര വരെ ഉള്ളൂ. കല്യാണം ചുമ്മാ. ഇപ്പോഴും എങ്ങാണ് സാറേ? സെന്റർ വെച്ച് പൊളന്നാ മതിയല്ല, 2 അടി കയറിയാ പോരെ? എന്താ അല്ല സാറേ, ഇത് ഇളക്കിയെടുക്കുന്ന ഞാൻ പറഞ്ഞേ. 2 സൈഡിൽ നിന്ന് ഇളക്കിയെടുത്താൽ മതിയോ? സാർ ഓറഞ്ച് എടുക്കട്ടെ? അല്ല, ഇത് കുറച്ച് നേരത്തെ ചോദിക്കുന്നു. സാറിന് ഇത് വല്ലതും കൊടുക്കൂ? അല്ല, ഓറഞ്ച് ആണോ ആപ്പിൾ ആണോന്നൊരു സംശയം, എനിക്ക് ഡൗട്ട്. താഴെ സാറേ ഉച്ചയ്ക്ക് പറഞ്ഞു ചെവി ഉച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന വേണമെന്നുള്ളത്. സാർ പറഞ്ഞു മോശം പറയണം സാർ. സാർ ഓറഞ്ച് ജ്യൂസ് എങ്കിൽ ഓറഞ്ച് ജ്യൂസ്. സാർ പറയൂ, പറഞ്ഞു കൊടുക്കും. ഓറഞ്ച് ജ്യൂസ് മതിയല്ലോ? ഓറഞ്ച് ജ്യൂസ് മതി. അതോ ആപ്പിൾ വേണോ സാർ? മതി. ഈ ചേട്ടനെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് പണി വരും. ചേട്ടൻ തന്നെ ഓടി വരണത്. ചേട്ടാന്ന് വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. പറ വിശേഷങ്ങൾ പറ ചേട്ടൻ. ഞാനാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ എക്സാമാ. കൊണ്ട് സാറേ ഈ നെഗറ്റീവ് മൈനസ് കൂടെ പിടിച്ചു കൊടുക്കട്ടാ. സാർ എങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത്? തലേന്നല്ലേ ഇരുന്ന് പഠിക്കുള്ളൂ നമ്മള്, അല്ലേ? ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്? മലയാളം. മാഡം വരട്ടെ, ആ തള്ളേരടുത്ത് പോവാൻ പറ. ഇവിടുത്തെ വാർഡനെ കണ്ട ആളെ കണ്ടിട്ട് എങ്ങനെ തോന്നണു? പാവം തോന്നണോ ഭയങ്കരം തോന്നണോ?
നന്മയ്ക്ക് വേണ്ടിയല്ലേ പറയുന്നത്. നമ്മുടെ നന്മയ്ക്ക്. അയ്യോ, ഇതുപോലൊരു സ്ത്രീയെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എല്ലാരും എനിക്ക് വയസ്സാവുമ്പോഴാണ് ഇത് എന്റെ പൊന്നോ നമ്മളെ പുറത്ത് വിടൂല, പുറത്തൊക്കെ. ഓ മാഡം എന്തായി? അല്ല നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ആഹാ, സാറെല്ലാം നോക്കിക്കോളണേ. കാര്യം എൻ്റെ ഡേറ്റ് ഫുള്ള് ഇതിനകത്താണ്. എനിക്കാണെങ്കിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു. അവിടെ ഇവർക്ക് ഡിന്നറിനുള്ളത് അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പം അങ്ങോട്ടൊന്ന് പോകണം. ശരി മാം. ഇവിടെ തന്നെ താഴെ തന്നെയാണ് ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി വിളിക്കാം. ഇന്ന് പഠിക്കും. സാറേ പറ. അതല്ല പോയി കേൾക്കൊന്നുമില്ല. എടാ നീ വലിയ പഠിപ്പിച്ചിട്ടാവല്ലേ പാത്തു. സാർ, ഓ ഓറഞ്ചും ഇല്ല ആപ്പിളും ഇല്ല, നറുങ്ങണ്ടി ജ്യൂസ് എടുക്കട്ടെ സാർ? സാർ, നറുങ്ങണ്ടി ജ്യൂസ് മധുരമായിട്ട് നല്ല ഇതായിട്ടൊന്ന് എടുക്കട്ടെ. ചേട്ടാ, സാറാണ് സോണൽ മാനേജറാണ്. നിങ്ങൾ 2-3 പ്രാവശ്യം വന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും. സാർ ദേഷ്യപ്പെടാനല്ലേ സാർ ഞാൻ പറഞ്ഞത്? വേണ്ട പോ. അയ്യോ അതിപ്പോൾ ചുമ്മാ നമ്മളെ കൊടുത്ത് പറയില്ലേ സാർ? സാർ അവിടെ ഞാൻ ചെന്നപ്പോൾ ഓറഞ്ച് വേണ്ട, കുഴപ്പമില്ല. ചേട്ടോ ഞാൻ അല്ല, ഞാൻ മുന്തിരി ഉണ്ട്, വേണ്ട. പച്ച മുന്തിരി ഉണ്ട്. സാർ ദേഷ്യപ്പെടാനല്ലേ ഞാൻ പറഞ്ഞത് സാർ? സാറേ അപ്പോൾസറിയും പോയിട്ടുണ്ട് സാറേ. അപ്പോൾ ശരിയാ. ഇവിടെ സാറിനോട് പറഞ്ഞേടേ. സാർ ഒന്ന് പുറത്തേക്കോ. വീട്ടിൽ പോയിട്ട് നീ എന്താ പരിപാടി? പറ കേക്കട്ടെ. വീട്ടുകാര്യങ്ങളെന്ന് പറയുമ്പോ എന്തൊക്കെ? എന്റെ അടുത്തല്ലേ പറ. നമ്മളിപ്പോ ഫ്രണ്ട്സ് ആയില്ലേ? എന്റെ പേരറിയാമോ? പാർവതി. ആ പറ, വീട്ടിൽ പോയിട്ട് പറ. എന്തിനാവുക? ഞാൻ കേട്ട എന്തിരുന്നാ ഫിറ്റ് ആവുക എന്നാണ്. അപ്പൊ അടിക്കും കുറച്ച് ഇല്ലേ? പറ. വല്ലപ്പോഴും ഒഴിക്കേ. ഫ്രണ്ട്സ് ആയിട്ടാ ഒറ്റയ്ക്കാ? ഫ്രണ്ട്സ് ആയിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. എങ്ങനെ അടിച്ചിട്ട് പാമ്പാവൂ? പറ. സാർ, ബോട്ടിൽ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. വേറെ ബോട്ടിൽ വെള്ളം എടുക്കണോ? നിങ്ങൾ കുറേ നേരത്തെ വന്ന് ചോദിക്കുന്നു. വെള്ളം ഒരു തുള്ളി വെള്ളം ഒരു ഇതുവരെ തന്നില്ല. സാർ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് സാർ. അത് പിന്നെ നേരത്തെ പറഞ്ഞാൽ പറയാം. കളിയാക്കാൻ നോക്കുന്നതാണോ? അല്ല സാർ, സീരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു സാർ. ഇറങ്ങി പോകാൻ പറഞ്ഞില്ല സാർ. എത്ര പേരോട് പറയുന്നു? സോറി സാർ. എന്താ സാറിന് ഒരു ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാൻ അവിടെ നിൽക്കും സാർ. നമുക്കൊരു സെൽഫി എടുത്താലോ? എടുക്കാം. കിടക്കട്ടെന്ന് എനിക്കെടുത്ത് സ്റ്റാറ്റസ് ഇടാം. കുറെ ഞരമ്പന്മാരുണ്ട്, അവന്മാർക്കൊരു ഇതാവാം. അല്ലേ ചേട്ടാ? ഇല്ല അവന്മാർ കാണുമ്പോഴേ ഇത്ര നല്ല സുന്ദരനായിട്ട് ഒരാൾ അടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും മൈനസ് ആണ് കാണിക്കണേ. ഇടയ്ക്കിടയ്ക്ക് വിട്ട് -0 കാണിക്കുക. അതാണ് -0. ഒരു 1.5 dB ആക്കി വിട്ടാൽ അതില്ല. ഓ അത് പോരെ? ഓ സാറേ, സാറിന്റെ നമ്പർ തരുമോ? ഇതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ആ നമ്പർ താന്ന് പറ. ആ ചേട്ടന്റെ നമ്പരൊക്കെ എൻ്റെ എത്ര 2-3 മാസം മുമ്പേ ഉണ്ട്. അല്ലേ ചേട്ടാ? സാറാ ഞാൻ സാറേ നീ വെറുതെ ഇരിടേ സാറേ. അങ്ങനെയല്ല. അത് ഞാൻ അവരുടെ വീട്ടിലൊരു ദിവസം കമ്പ്യൂട്ടർ നോക്കാൻ ഞാൻ വർക്ക് ചെയ്യാൻ പോയെ. കംപ്ലൈന്റ് ആയിരുന്നപ്പോൾ അവളെ വീട്ടിൽ. സാറ് മോശമുള്ള ഏതാ? നമ്മളെ ചേട്ടായി സാർ ഞാൻ അങ്ങനെയുള്ള ആളല്ല. അല്ലെങ്കിൽ ഒരിക്കലും ലേഡീസ് ഹോസ്റ്റലോട്ട് എന്നെ അങ്ങനെ കയറ്റില്ല. ഇതുപോലെ ഒരു നല്ലൊരു പെൺകുട്ടി നിങ്ങളെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളെ നമ്പർ തരാത്തത് എന്ത് കഷ്ടം. കല്യാണമൊക്കെ നോക്കിയില്ലേ? എന്ത് എന്തോ തേച്ച് പിന്നെന്ത്? അപ്പൊ എന്തോ ഒരു വിഷമമുണ്ട്. കള്ളകൃഷ്ണന്റെ മുഖച്ചായ ഉണ്ട്. ദോ പോണ് അങ്ങോട്ട് പോണ എന്തിന്? ഞാൻ ഒരു കാര്യം ചോദിക്കോ ദേ പോണ അങ്ങോട്ട്. അയ്യേ, എന്നെ കാണുമ്പോ ഇത്ര നാണോ? പിന്നെന്താ തിരിഞ്ഞിരിക്കണം? ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. എന്തോന്ന് നോക്ക്. അവർക്ക് ഈ ഫ്രീ ടൈം കിട്ടും സാർ. അവർ വന്നാൽ ഭയങ്കര പ്രശ്നം. അതിൽ സാറ് കൃഷ്ണഭക്തനാണ്. അമ്പലത്തിലൊക്കെ പോവോ? പോയിട്ട് എന്തിനു പ്രാർത്ഥിക്കും? ഒരു കല്യാണം നടത്തി തരണേ ഭഗവാനെ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അമ്പലത്തില്. എന്നെ പോലൊരു സുന്ദരിയെ.
ഞാൻ 24 hours ഫോണിൽ നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ നിന്ന് ഫോണിൽ നോക്കി കളിക്കണ നിങ്ങള് ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? കൈതാ നിങ്ങളുടെ അല്ല സാറേ, അല്ല മറ്റേ ഏറ് കളിയല്ലേ, അത് കുഴപ്പമില്ല, ഏറ് കളിയേ സാറേ, കുഴപ്പമില്ല. ഓ തലവേദന എടുക്കണ എന്തെങ്കിലും വേണോ? ഞാൻ ഇത്ര ഇത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? എന്റെ പഴയ ലൈൻ്റെ ഒരു ചായ ഉണ്ടെന്ന്. ഇങ്ങോട്ട് തിരി. എന്തോന്ന് ചായ അങ്ങോട്ട് പോയി നിൽക്കുന്നു. സത്യമായിട്ട് അവനാണെങ്കിൽ എന്നെ തേച്ചിട്ട് പോയി അല്ലേ? എനിക്ക് എന്താ ഒരു കുറവ്? എന്താണ് ഒരു കുറവ് പറ. ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്, അതിന്റെ ഒരു ഓർമ്മയ്ക്ക്. കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. ഇങ്ങോട്ടോക്ക്. സൂപ്പർ. സാറേ ചായ എടുക്കട്ടാ? ചായയോ കാപ്പിയോ കട്ടൻ ചായയോ? ഇല്ല, മിന്റ് ടീ എടുക്കാം. എന്താണ് കംപ്ലൈന്റ് കണ്ടുപിടിച്ചത് സാർ? എനിക്ക് നാളെ ചെറിയൊരു നെറ്റിൻ്റെ ഒരു പ്രാവുള്ളൂ. ആ സാർ ഇപ്പം ചെക്ക് ചെയ്തു, മീറ്റർ ഉണ്ട്. ഓക്കെയാണ് സാർ, അത് ഓക്കെയാണ്. ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചോട്ടെ സാർ? ശരി സാർ, വാങ്ങിച്ചു സാർ. ആ ബുക്കും വേണം സാർ. ആയിട്ടുണ്ടേ, ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. സാർ മാഡത്തിനെ കാണിക്കാം. അല്ല, അത് നമുക്ക് അത് ബില്ല് പോകില്ലേ സാർ? സാർ നമ്മുടെ സാധനം കൊടുത്തോ, കാണുന്നുണ്ടല്ലോ, നമ്മളെ ബില്ല് പോകുമല്ലോ, അപ്പം നമുക്ക് അറിയാമല്ലോ. സാറേ റിവിഷൻ സാർ ഒന്ന് ഓപ്പൺ ചെയ്യും സാർ, ഒന്ന് ഓൺ ചെയ്യും. ഇല്ലല്ലോ, ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞു. ലാസ്റ്റ് ടെസ്റ്റ് സാർ. ഓ അയ്യോ, ഓഫീസറെ, എന്താണ് കാണിച്ചത്? എന്താണ് വിഷയം? മാഡം, മാഡത്തിനെ വിളിക്കോ? മാഡം ഓടി വരും. ഓൺ ചെയ്യാൻ റെഡിയായോ? റെഡിയായി എന്ന് പറഞ്ഞ് ഈ പുള്ളി എല്ലാം ഓക്കെ പറഞ്ഞിട്ട് അത് സ്വിച്ച് ഇടാനും കത്തിപ്പോയി. സംഭവം കത്തിപ്പോയി. ഇത് എന്തെല്ലാം ഇതുണ്ടായിരുന്നു അറിയാം. ഞാൻ എന്തോന്നാണ് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയത്? എൻ്റെ സിസ്റ്റം എനിക്ക് ശരിയാക്കി തരണം, അതിൽ എൻ്റെ ഡേറ്റ മൊത്തമാണ്, കുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തം അതിലാണ്. എൻ്റെ ഡേറ്റ പോയി, എനിക്ക് ഡേറ്റ കിട്ടിയേ പറ്റത്തുള്ളൂ. എത്ര രൂപയുടെ ഇത് വരും? 2 ലക്ഷം രൂപ അടുപ്പിച്ചോ വരുന്നുണ്ട്. അപ്പൊ 2 ലക്ഷം രൂപ നിങ്ങൾ തന്നാ മതി, നിങ്ങളെ കമ്പനി തന്നാ മതി. എനിക്കൊന്നും അറിയണ്ട സാർ, ഇനി ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റുള്ളൂ. സാറല്ലേ അല്ലേ ഏറ്റത്? പറ. സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഓൺ ചെയ്തത്, അവരൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ സാർ. ഇത് ആര്? അത് കൊള്ളാം. അപ്പൊ കമ്പ്യൂട്ടർ നന്നാക്കാൻ വന്നതല്ല. എന്റെ കുട്ടികളെ ഫോട്ടോ എടുക്കാൻ ആര് പറഞ്ഞു? മാഡം നിങ്ങൾ ഹെഡ് ഓഫീസിൽ വിളിക്കും. ആദ്യം ഹെഡ് ഓഫീസിൽ വിളിക്കണം, പോലീസ് സ്റ്റേഷൻ അടിക്കണം. ഏതെങ്കിലും ഒന്നാക്കണം. എന്റെ ജോലി ഒന്നും നിനക്ക് ഞാൻ ജോലി തരുന്നുണ്ട്. നിനക്ക് ഞാൻ ജോലി തരാം. നിനക്ക് നിന്റെ സാറിന് ജോലി തരാം. ഉപജീവന മാർഗം കൂടെ സാറ് കളഞ്ഞു. സാർ, നിങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്ന് 2 പേര് സിസ്റ്റം റെഡിയാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാർ ഇവിടെ റെഡിയാക്കാൻ വന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറിൽ കൂടുതലായി. എന്നിട്ട് ഇപ്പൊ ദാ എന്തോ പൊട്ടിത്തെറിച്ച് ഇവിടെ എനിക്ക് എന്റെ ഡേറ്റ വേണം. എന്റെ ഡേറ്റ ഫുള്ള് പോയി. സാറേ 2 ലക്ഷം രൂപ, 2 ലക്ഷം രൂപയാണ് അതിൽ നിന്ന് ഉള്ളത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ കമ്പനിക്ക് വഹിക്കാൻ പറ്റില്ല. അതിന്റെ സൂപ്പർവൈസർ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ചാർജ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മേടിച്ചോളാം. ശരി സാർ, ഓക്കെ. കേട്ടല്ലോ, ഞാൻ ഒരു ജ്യൂസ് വേണമെന്ന് ചോദിച്ചപ്പോ എന്റെ മണ്ടയ്ക്ക് കയറുന്നല്ലേ നിങ്ങൾ ഇത്രയും ഇത് എവരുമായിട്ട് ഇത് എപ്പോഴും ഫോട്ടോ വരെ എടുത്തിട്ട് 2 ലക്ഷം രൂപയുടെ ഡാറ്റ തീർത്ത് കത്തിച്ചിട്ട് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. സാർ ഞാൻ എന്താ പറഞ്ഞേ സാർ, പറഞ്ഞ കേക്ക്. നമ്മള് അറിയാം. പിന്നെ സാറിനോട് എന്നിട്ട് ഞാൻ ചോദിച്ചില്ല. ഞാൻ ഇത് ചെയ്ത് പഠിച്ചോണ്ടായിട്ടില്ല. എനിക്ക് ഈ വർക്ക് അറിയാമോ? ഈ വർക്ക് എനിക്ക് അറിയാമോ? സാറിന് അറിയാന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? അല്ല സാർ തന്നെ പറഞ്ഞു. നേരത്തെ ഇവിടെ ഇരുന്നപ്പോ പറഞ്ഞു. ഞാൻ എന്തിനു പറഞ്ഞു? സാറിന്റെ നെഗറ്റീവും പോസിറ്റീവും താൻ എന്റെ അടുത്ത് കേട്ട് താൻ മുളിയാ മതി. സാർ എസ്ആർനോ പറഞ്ഞില്ലല്ലോ. ആ കുറേ തന്നെ എന്താ പറഞ്ഞത്? ഞാൻ അങ്ങനെ കൊടുത്ത് നമ്മ കൈവത്താൻ പറ്റി. കൈവത്താൻ പറ്റിയ എനിക്ക് കാലവത്താൻ പറ്റിയ ഞാൻ ഒരു കാര്യം ചോട്ടെ സാർ, ദിക്ക് ശാന്തന. നമുക്ക് ഇവിടെ നിങ്ങളെ പറഞ്ഞ കേക്ക് സാറേ, ഇവിടെ നമുക്ക് എന്താ രക്ഷപ്പെട്ട. ഞാൻ പറഞ്ഞ കേക്ക് നിങ്ങൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് വലിഞ്ഞേ പറ്റൂ. കമ്പ്യൂട്ടർ ആണെങ്കിൽ ഞാൻ റെഡിയാക്കി കൊടുക്കുക, അത് വേറെ പ്രശ്നമല്ല. പക്ഷെ ഡാറ്റ പ്രശ്നം, ഡാറ്റയാണ് പ്രശ്നം. സംസാരിച്ച് ഇപ്പൊ റെഡിയാക്കാം നമ്മള്. നിങ്ങൾ സംസാരിച്ചാൽ മതി. എനിക്ക് ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എന്റെ പൈസ ആര് തരും? സാർ തരും. നന്നാക്കിയ സാറല്ലേ ഓൺ ചെയ്ത് എന്റെ പറഞ്ഞത്?
സാറിനല്ല, സാറല്ലേ പറഞ്ഞു, സാറല്ലേ എന്നോട് ഓൺ ചെയ്യാൻ പറഞ്ഞേ. ഡേയ് സാറും കീറൊക്കെ പോവാൻ പറ്റത്തില്ല. എവിടെ പോണത്? എവിടെ പോവും? ഇവിടെ പോവോ? സാറും കീറൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് എന്റെ പൈസ ആയിരുന്നു. ഇത് എത്ര രൂപയാണ് നഷ്ടം നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ? ഒന്നും രണ്ടും പൈസ എന്ന് വിചാരിച്ചാ സാർ ഒരു 10,000 കുറച്ച് തരാൻ പറ്റും? 10,000 കുറച്ചാണ്. എന്താണ് നിങ്ങൾ കളിയാക്കുന്നത്? കുറെ നേരം കൊണ്ട് കളിയാക്കുന്ന ചോദിച്ചു സാറേ. എനിക്ക് വിഷമതൊന്നുമില്ല. ഞാൻ ജ്യൂസ് വേണോന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കാണിച്ചത് കേട്ടാ. ഇത്ര അഹങ്കാരം ഒരു സോണൽ മാനേജർക്ക് പാടില്ല. ഇത്ര എല്ലാം കാണിച്ചത് ഞാൻ അപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് കുറുവി. ഇപ്പൊ കണ്ട 2 ലക്ഷം രൂപയാണ് കയ്യിൽ നിന്ന് പോണത്. ഇപ്പൊ ആര് തരാന്ന് പറഞ്ഞു മാഡം? ഞാൻ അപ്പഴേ പറഞ്ഞ ഓറഞ്ച് തേങ്ങ ഇവിടെ ആരെങ്കിലും ഒന്ന് പറയടേ, എന്നെ കൊണ്ട് കൂടുതൽ ഇനി പറയിപ്പിക്കരുത്. ആര് തരും? സാർ ഇവിടെ ഇതൊന്നും അടി എന്താണ് ആര് തരും? എന്റെ ജോലിയോ സാറാണ് നിങ്ങൾ എന്ത് വേണോ ചെയ്താൽ എനിക്കറിയണ്ട. ഞങ്ങൾക്ക് ഇവിടെ പൈസ കിട്ടണം. മേഡം പറഞ്ഞു. അപ്പൊ ഇവർ തരാൻ സമ്മതിച്ചല്ലോ. ഞാനേ കിടക്ക പരം പോലും ഇല്ലാത്ത പുള്ളി പറയുന്നത് നിങ്ങൾ തരുമെന്നല്ലേ പറയുന്നത്? സാറിനോട് സാറേ, സാറല്ലേ ഫോൺ ചെയ്തേ? നിങ്ങൾ ഒരിക്കൽ കൂടെ തീരുമാനം പറഞ്ഞു മേഡം. ഫോട്ടോ എടുക്കാൻ ഇറങ്ങോട്ട് ഫോട്ടോ എടുക്കാം. ഞാൻ പറഞ്ഞ കേക്ക് സാറേ, നമ്മൾ എന്തായാലും പെട്ട്. പറഞ്ഞ കേക്ക് സാറേ, പറഞ്ഞ കേക്ക് നമ്മൾ എന്തായാലും പെട്ട്. ഞാൻ പറയട്ടാ, സാറിന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ടല്ലോ മാല വല്ല മാച്ച് പണയം വെക്കാൻ. തേങ്ങ സാറേ അല്ല, നമുക്ക് സാറിന് അടുത്ത അവരോട് പറയട്ടാ, സാർ തരാന്ന് പറഞ്ഞു. അല്ല സാറാ വിളിച്ചൊരു മാല. നിനക്ക് എന്നെ അറിയാമോ? എന്റെ വീട് കണ്ടിട്ടുണ്ടോ? എനിക്ക് സാറ് മറ്റേ സാറ് പറഞ്ഞിട്ട് എനിക്ക് അറിയാവൂ. ഒപ്പിട്ടാണ് കൊടുക്കാം സാറേ. സാർ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് കേൾക്കണം. നീ എന്തിനാ ഈ കാണിക്കണത്? നീ എന്തിനാണ് ഈ കോപ്രായം കാണിക്കാൻ എന്നെ കൊണ്ടുവന്നത്? ഞാൻ മര്യാദയ്ക്ക് എന്തിനേയും പണി ഞാൻ ജീവിച്ചു പോകില്ല. എന്നെ കൊല്ലാൻ ഞാൻ കൊണ്ടുവന്നത്. അതല്ല ഇവ ഈ പുണ്ണാക്കുമാടൻ തന്നെ പറയ അത് ഓൺ ചെയ്യേ. നീ ഇപ്പൊ എവിടെ നിൽക്കണേ? അണ്ണാ സാറ് പറഞ്ഞിട്ട് എന്നെ ഓൺ ചെയ്താ. സാർ വേഷം വരുത്തല്ലോ ഉള്ള കാര്യം പറഞ്ഞു. നീ തോന്നിയ ദിവസം കാണിച്ചത് പുള്ളിയായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് കൂടുതൽ. തരുവണ്ണ ഒപ്പിട്ട് കൊടുക്കുന്നത് ആവശ്യമില്ല. 1,90,000 തരാന്ന് പുള്ളി കൊണ്ട് ഒപ്പിട്ട് വാങ്ങി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ ഇതിപ്പോ നിന്റെ ഭാഗത്തുള്ള ഫാൾട്ടാണ് സാറിന്റെ പുള്ളിയുടെ ഭാഗത്തുള്ള ഫാൾട്ടാണ്? സാറ് പറഞ്ഞിട്ടല്ലേ ഇത് ഓൺ ചെയ്തത്? കണ്ട സാറ് പറഞ്ഞില്ല സാറാ ഓൺ ചെയ്തത്. കണ്ട വീണ്ടും അത് തന്നെ സംസാരിക്കും. നീ എന്താണ് സംസാരിക്കുന്നത്? എടേ നീ ഈ പുള്ളിയെ കൊണ്ട് കുരി കൊടുക്കരുത് കേട്ടോ. എനിക്ക് ആ പുള്ളിയെ കണ്ടപ്പോ തന്നെ പാവം തോന്നുന്നു. നീക്ക് പോകാൻ പറ്റുക വലിയ വിഷയവും കുടുംബം പറ്റാ പോലും ഇല്ല. ഇപ്പൊ എന്റെ ജോലി പോകും സാറേ. എടി എന്തിനാണ് നീ കാണിക്കുന്നത്? പുള്ളിയുടെ ഇത് ഞാൻ നോക്കിയാണ്. നീ ചെന്ന് സംസാരിച്ച് പുള്ളിയുടെ ചെന്ന് സംസാരിച്ച്. മേഡം 1,90,000 തരാൻ പുള്ളിയുടെ കയ്യിലില്ല. പുള്ളി സോണൽ മാനേജർ അല്ല. പുള്ളി മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു തൊഴിലുണ്ട്. ആ തൊഴിലുള്ള ആ മനുഷ്യനെ ഇപ്പൊ സോണൽ മാനായിട്ട് വരണമെന്ന് പറഞ്ഞ് ഇദ്ദേഹമാണ് കൊണ്ടുവന്നത്. അതല്ലേ സത്യാവസ്ഥ? താങ്കൾക്ക് എന്ത് ജോലിയാണ്? തട്ടിന്റെ പണിയാണ്. പിന്നെ എന്താണ് ഇവരിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ വേഷം ഇട്ട് ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ചെറിയ സാധനങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഇതിന്റെ എന്തിനാണ് പുള്ളിയാ പറഞ്ഞത്. എന്റെ ഒരു ചേട്ടനാ ഇതില് അയക്കത് ഇതേപോലെ 2 ദിവസത്തെ പണിയുണ്ട് നീ പോവെന്ന് കേട്ടാണ് ഞാൻ ട്രാപ്പിൽ പെടുത്തിയത്. ഈ പുള്ളി കൂടെ നിന്നാ മതി, കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിന്നാ മതി എന്ന് പറയും. അവിടെ വന്നപ്പോഴാ ഇതിന്റെ സംഭവം ഇവിടെ പോണോ അവിടെ പോണോന്ന് പറയും. അതിനെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവരെ കാണുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. ദൈവ സത്യം എന്റെ ദൈവം. നീ ആദ്യമായിട്ടാണ് ദൈവ സത്യം ഞാൻ കഴിക്കുന്ന ആഹാരം സത്യമല്ല, അന്ന സത്യമല്ല, എന്റെ അമ്മ സത്യമല്ല. ശരി, വീണ്ടും ഞാൻ നിന്നോട് ചോദിക്കാണ്, നിനക്ക് ഇന്നാണ് ഈ പുള്ളിയെ പരിചയം? സാറ് 4-5 വർഷമായിട്ട് സോണൽ മാനേജർ സാറ് കോട്ട സാറ് ഞാൻ പറഞ്ഞത് നേരത്തെ കണ്ടിട്ടുള്ള ഒരു ഓർമ്മ, ഇവിടെ കണ്ട ഒരു ഓർമ്മ. ആദ്യമായിട്ടാണ് കാണുന്നത്? അല്ല, ഞാൻ 3.5 വർഷമായിട്ടുണ്ട് പഠിക്കും. കണ്ട 3.5 വർഷം വീണ്ടും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ നീ. കോട്ടൂരില്ല സാർ കമ്പനി. കമ്പനി നിന്റെ കമ്പനി നീ അങ്ങനെ അല്ല ഇത് സാർ ഒപ്പിട്ട് അവരല്ല വിടൂല നമ്മളെ.
നമ്മളെ വിടൂല. നീ എന്നെ എത്ര വർഷം വന്നിട്ട് പരിചയം? അല്ല 4 വർഷം മുമ്പ് പരിചയമുള്ള എനിക്ക് തോന്നുന്നു. ഇനി അങ്ങനെ തോന്നിയാ ഇന്നല്ലേ നീ എന്നെ കണ്ടത്? അല്ല ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എവിടെ വെച്ച് കണ്ടത്? കണ്ടവൻ എനിക്ക് തോന്നുന്നു. അതാണ് ചോദിച്ചത്. അങ്ങനെ കണ്ടിട്ടുണ്ടാ? എവിടെ വെച്ച് കണ്ടത്? നമ്മൾ എവിടെ വെച്ചൊരു 3-4 വർഷം മുമ്പ് കണ്ടു. ഓർമ്മിച്ച് പറ. ഓർമ്മിച്ച് പറയും. നീ പറ. ഓർമ്മിച്ച് ആ വെള്ളയുടെ ഭാഗത്ത് എവിടെയോ വെച്ച്. വെള്ളയുടെ വെള്ളയുടെ എവിടെ വെച്ച്? കണ്ടിട്ടുണ്ടാ? ഇല്ലല്ല, കണ്ടിട്ടുണ്ടാ? അയ്യോ 3 വർഷമായുള്ളൂ. 3 വർഷമായുള്ളൂ. നിനക്ക് തലയിൽ നിനക്ക് തലയിൽ സുഖമുണ്ടോ? പറയട്ടെ. ഡേ, നിന്നെ ആരോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേണ്. ആരാണ് പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറഞ്ഞത്? നിന്റെ ഇടിച്ച് നിന്റെ ഊപ്പാട് വരുന്നു. പുള്ളിയുടെ ദേഷ്യം വന്നിരിക്കുകയാണ്. പറ. സാർ എന്നെ കൗമുദി ടി വിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. കൗമുദി ടി വിയാ? കൗമുദി ടി വി എന്തോന്നു? ഇത് ഓമായി കൊടുത്ത ഒരു കോമഡി പ്രോഗ്രാമായിരുന്നു. ക്യാഷ് പ്രൈസ് ആണ് കൗമുദി ടിവിയുടെ. നാടറിയട്ടെ നാവിലൂടെ ബോധിനി ഫുഡ് പ്രോഡക്ട്സ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, ഡീ പൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, ഗ്ലാം റൂം യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ ബഞ്ചൂർ നൽകുന്ന സമ്മാനം, മണവും ഗുണവുമുള്ള ശരിയായ കായത്തിന് വിശ്വംഭര മാസ് നൽകുന്ന സമ്മാനം, ക്ലീൻസെൽ ലിക്വിഡ് ഡിറ്റർജന്റ് നൽകുന്ന സമ്മാനം.